भगवते वाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा। श्रीमद् भागवतम सप्तम स्कंदम 7.9.10। എടുത്തുവോ? प्रभु। विप्रादिषद्गुणयदात् विप्रादिषद्गुणयुदादरविन्दनाभा पादारविन्दविमुखात् स्वपचं वरिष्ठम् मन्ये तदर्पितमनोवजने हितार्था प्राणं पुनादिसकुलं न तु भूरिमानः। विप्रादिषद्गुणयुधादरविन्दनाभा पादारविन्दविमुखात् स्वपनं स्वपचं वरिष्ठम् मन्ये तदर्पितमनोवचने हितार्था प्राणं पुनादिसकुलं न तु भूरिमानः। विप्रादिषद्गुणयुधादरविन्दनाभा पादारविन्दविमुखात् स्वपचं वरिष्ठम् मन्ये तदर्पितमनोवचने हितार्था प्राणं पुनादिसकुलं न तु भूरिमानः। विप्रादिषद्गुणयुधादरविन्दनाभा पादारविन्दविमुखात् स्वपचं वरिष्ठम् मन्ये तदर्पितमनोवचने हितार्था प्राणं पुनादिसकुलं न तु भूरिमानः। विप्रादिषद्गुणयुधाद अरविन्दनाभा पादारविन्दविमुखात् स्वपचं वरिष्ठम् मन्ये तदर्पितमनोवचने हितार्था प्राणं पुनादिसकुलं न तु भूरिमानः। हरे कृष्ण। चलिकोलो। हरे कृष्णा। कृष्ण श्रवण चलिकोलो। हरे कृष्णा। ओम नमो भगवते वासुदेवाय। विप्रादिषद्गुणयुधात्
വിപ്രാദിഷദ്ഗുണയുതാദരവിന്ദനാഭാ പാദാരവിന്ദവിമുഖാച്യുപചം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ ഭഗവതി വാസുദേവായ. വിപ്രാദിഷദ്ഗുണയുതാദരവിന്ദനാഭാ പാദാരവിന്ദവിമുഖാച്യുപജം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനീഹിതാർത്ഥ പ്രാണം പുനാതി സകുലം യാതു ദൂരിമാന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വിപ്രാദിഷദ്ഗുണയുതാദരവിന്ദനാഭാ പാദാരവിന്ദവിമുഖാച്യുപചം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിപ്രാദിഷണ്ട ഗുണായുധാരവിന്ദ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ദിഷദ് ദിഷദ് എന്ന് വെച്ചാൽ 12 എന്നാണ് അർത്ഥം അതിന് വരുന്നത്. 12 ക്വാളിറ്റി. ഹരേ കൃഷ്ണ. ദിഷദ് ഗുണ. അതുകൊണ്ട് ദിഷദ് ഗുണയുധാദരവിന്ദനാഭ. സെപ്പറേറ്റ് വായിക്കണം അല്ലേ? അതായത് സെപ്പറേറ്റ് വായിക്കണ്ട, അത് വായിക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കണം. വായിച്ചോളൂ. ശരി പ്രഭു. വിപ്രാദിഷണ്ട ഗുണായുധാരവിന്ദ. ഹരേ അതായത് കൃഷ്ണ. ഷണ്ട നല്ല ഷഡ്ഗുണ. ശരി പ്രഭു. വിപ്രാദിഷദ്ഗുണായുധാരവിന്ദനാഭ. ശരിയായ പ്രഭു? ശരി ശരി. പാദാരവിന്ദമുഖോച്ഛപജം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേഹദാർത്ഥ പ്രാണം പുനാതി നകുലം നതു ഭൂരിമാന മാനഃ. പ്രാണം പുനാതി നകുലം എന്ന് വെച്ചാൽ ഇല്ല, കുല ഇല്ല എന്നാണ് അർത്ഥം വരുന്നത്. പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിപ്രാദിഷദ്ഗുണയുതധരവിന്ദനാഭാ പാദാരവിന്ദവിമുഖച്ഛവചം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിപ്രാദിഷദ്ഗുണയുധാദരവിന്ദനാഭ പാദാരവിന്ദവിമുഖാച്ഛപജം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ ഈ വേർഡ് വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും അപ്പുറപ്പെട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വായിക്കണം, മതി വായിക്കണം. ഹരേ കൃഷ്ണ. ഒരു ബ്രാഹ്മണന് 12 വിധത്തിലുള്ള ബ്രാഹ്മണീയ യോഗ്യത ഉണ്ടായാലും
സനൽ സുജാതം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഭഗവാന്റെ പാദപങ്കജങ്ങൾക്ക് വിമുഖനും അഭക്തനുമാകുന്ന പക്ഷം അവൻ നിശ്ചയമായും ശ്വാമാംസം ഭക്ഷിക്കുന്നവനെങ്കിലും എല്ലാം മനസ്സും വാക്കുകളും കർമ്മങ്ങളും സമ്പത്തും ജീവനും പരമോന്നതനായ ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തനേക്കാൾ താഴെയാണ്. അவ்விധത്തിലുള്ളൊരു ഭക്തൻ അത്തരത്തിലുള്ളൊരു ബ്രാഹ്മണനേക്കാൾ ഉത്തമനാണ്. കാരണം ഭക്തന് അവന്റെ കുടുംബത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ കഴിയുമ്പോൾ മിഥ്യ അഹങ്കാരത്തിന്റെ പദവിയിൽ കഴിയുന്ന ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുന്നവന് അവന്റെ കുടുംബത്തെ എന്നല്ല അവനെ പോലും ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. വായിക്കണോ പ്രഭു? അടുത്തത് ഭാവാർത്ഥം വായിക്കണം മാതാജി, വായിക്കണം. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. കർമ്മകാണ്ഡത്തിൽ അഥവാ വൈദികാചാര ചടങ്ങുകളിൽ നിപുണനായ ഒരു ബ്രാഹ്മണനും ഒരു ഭക്തനും തമ്മിലുള്ള വ്യത്യാസം സംബന്ധിച്ച് 12 പ്രമാണികരിൽ ഒരാളായ പ്രഹ്ലാദ മഹാരാജാവിനായി നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. മനുഷ്യ സമൂഹത്തെ വിഭജിക്കുന്ന 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളുമുണ്ട്. പക്ഷേ ഒന്നാം തരം പരിശുദ്ധ ഭക്തനായി തീരുക എന്നത് കേന്ദ്ര തത്വം ഹരിഭക്തി ശുദ്ധോദയത്തിൽ ഇങ്ങനെ പറയുന്നു: ഭഗവത് ഭക്തിഹീനസ്യ ജാതി ശാസ്ത്രം ജപസ്തപഃ അപ്രാണസൈവ ദേഹസ്യ മണ്ഡലം ലോകരഞ്ജനം. പരിപൂർണനായ ഒരു ബ്രാഹ്മണന്റെ 12 യോഗ്യതകൾ ഇവയാണ്: ധാർമ്മിക തത്വങ്ങൾ പിന്തുടരുക, സത്യം പറയുക, തപശ്ചര്യകളിലൂടെ ഇന്ദ്രിയ സംയമനം പാലിക്കുക, അസൂയയിൽ നിന്ന് മുക്തനായിരിക്കുക, ബുദ്ധിമാനായിരിക്കുക, സഹിഷ്ണുവായിരിക്കുക, ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക, ദാനം നൽകുക, സ്ഥിരത ഉണ്ടായിരിക്കുക, വൈദിക ജ്ഞാനത്തിൽ നിപുണനായിരിക്കുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ഒരുവൻ ഒരു ബ്രാഹ്മണന്റേതോ ക്ഷത്രിയന്റേതോ വൈശ്യന്റേതയോ പോലുള്ള ഉന്നത കുടുംബത്തിൽ ജനിച്ചാലും ഭഗവാന്റെ ഭക്തനല്ലാത്ത പക്ഷം ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ഉള്ള അവന്റെ യോഗ്യതകളെല്ലാം വ്യർത്ഥവും ശൂന്യവുമാണ്. വാസ്തവത്തിൽ അവ ഒരു മൃതദേഹത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഈ ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് വിപ്രന്മാരെ പറ്റി, പണ്ഡിതരായ ബ്രാഹ്മണനെ പറ്റി പറയുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങളിൽ പണ്ഡിത ബ്രാഹ്മണൻ ശ്രേഷ്ഠനായി കരുതപ്പെടുന്നു. പക്ഷേ ഒരു ഭക്തൻ ചണ്ടാള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അത്തരം ബ്രാഹ്മണരെക്കാൾ ശ്രേഷ്ഠനായി കരുതപ്പെടുന്നു. ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രരുടെയും കാര്യം എടുത്തു പറയേണ്ടതുമില്ല. ഒരു ഭക്തൻ ആരെക്കാളും ശ്രേഷ്ഠനാണ്. കാരണം അവൻ ബ്രഹ്മതലത്തിൽ അതിക്രിയാവസ്ഥയിലാണ്. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സാ ഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ മുഴുകുന്നവൻ വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മതലത്തിലെത്തുന്നു. ഭഗവത്ഗീത 14:26 പറഞ്ഞിട്ടുണ്ടത്. സനത് സുജാതം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന്റെ 12 യോഗ്യതകൾ താഴെ കൊടുക്കുന്നു. ജ്ഞാനം ച സത്യം ച ദമശ്രുതം ച കിം അമാത്സര്യം ഹ്രീസ്തിദീക്ഷാനസൂയ യജ്ഞശ്ച ദാനം ച ധൃതി ശമശ്ച മഹാവ്രതാ ദ്വാദശ ബ്രാഹ്മണസ്യ. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ യൂറോപ്യരും അമേരിക്കക്കാരുമായ ഭക്തന്മാർ ചിലപ്പോൾ ബ്രാഹ്മണരായി അംഗീകരിക്കപ്പെടാറുണ്ട്. പക്ഷേ ജാതി ബ്രാഹ്മണർ അവരോട് അങ്ങേയറ്റം അസൂയയുള്ളവരാണ്. അത്തരം അസൂയയെ കുറിച്ചുള്ള അന്വേഷണത്തിന് പ്രഹ്ലാദ മഹാരാജാവ് ഇങ്ങനെ മറുപടി പറയുന്നു: ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും ആ പദവിയിൽ ഗർവം കൊള്ളുകയും ചെയ്യുന്ന ഒരുവന് അവനെ തന്നെയോ അവന്റെ കുടുംബത്തെയോ ശുദ്ധീകരിക്കാൻ കഴിയില്ല. അതേസമയം ഒരു ചണ്ടാളൻ, ഹീനജാതിയിൽ ജനിച്ച ഒരുവൻ ഭക്തനും ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ
പൂർണ്ണ സമർപ്പിതനുമാകുന്ന പക്ഷം അവന് കുടുംബത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ കഴിയുന്നു. യൂറോപ്യരും അമേരിക്കക്കാരും പൂർണ്ണമായ കൃഷ്ണാവബോധത്തിലൂടെ അവരുടെ കുടുംബങ്ങളെ പരിശുദ്ധീകരിച്ചതിന് ഞങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരു ഭക്തന്റെ മാതാവ് അവരുടെ മരണസമയത്ത് അന്ത്യശ്വാസം കൊണ്ട് കൃഷ്ണനെ കുറിച്ച് അന്വേഷിച്ച അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ആയതിനാൽ ഒരു ഭക്തന് അവന്റെ കുടുംബത്തിനും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ശ്രേഷ്ഠമായ സേവനം ചെയ്യാൻ കഴിയുമെന്ന സിദ്ധാന്തപരമായ സത്യം പ്രായോഗികമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന തത്വത്തെയാണ് ഭക്തൻ പിന്തുടരുന്നതെന്ന് വിഡ്ഢികൾ വിമർശിക്കുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തെ ഉയർത്തുന്നതിനുള്ള ശരിയായ വ്യക്തി വാസ്തവത്തിൽ ഭക്തനാണ്. ഒരു ഭക്തൻ സർവ്വതും ഭഗവത് സേവനത്തിൽ നിമഗ്നമാക്കുന്നു. അതിനാൽ അവൻ എല്ലായ്പ്പോഴും ശ്രേഷ്ഠനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാംബികാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത് രാധാകാന്ത് നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മള് ഇന്ന് നോക്കുന്നത് പ്രഹ്ലാദ് മഹാരാജിന്റെ പ്രയർസിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഹ്ലാദ് മഹാരാജ് ഒരു മഹാജനാണ്. നമുക്ക് 12 മഹാജനന്മാരുണ്ട് ശാസ്ത്രം പറയുന്നത്. ഈ 12 മഹാജനന്മാരിൽ ഒരാളാണ് ശ്രീല പ്രഹ്ലാദ് മഹാരാജ്. പ്രഹ്ലാദ് മഹാരാജിന്റെ കഥകൾ ഇപ്പൊ നമ്മള് 2 ദിവസം മുമ്പാണ് നരസിംഹ ചതുർദശി ആഘോഷിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിവോട്ടീസ് വന്നിട്ട് നരസിംഹദേവന്റെ ചരിതമൊക്കെ പറഞ്ഞു ഉണ്ടായിരിക്കും. നരസിംഹദേവ് എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു രാക്ഷസ കുലത്തിലാണ് പിറന്നത്. രാക്ഷസന്മാര് അവര് തീസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ രാക്ഷസ കുലത്തിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും ഭഗവാനെതിരായിരിക്കും. അവർക്ക് തമോ ഗുണം കൂടുതലായിരിക്കും. അവർ ഭഗവാനെന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല. അതായത് അംഗീകരിക്കാൻ കുറച്ച് വിഷമമുള്ളവരാണ്. ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ്
ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ്. അതേമാതിരി തന്നെ ഭഗവത്ഗീതയിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ് എന്താണ്, ക്ഷത്രിയന്മാരുടെ ക്വാളിറ്റീസ് എന്താണ്, വൈശ്യന്മാരുടെ ക്വാളിറ്റീസ് എന്താണ്, അതേമാതിരി ശൂദ്രന്മാരുടെ ക്വാളിറ്റീസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ഇത് 18ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. അപ്പൊ ആദ്യം ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ പ്രഹ്ലാദ് മഹാരാജിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, കുലമല്ല പ്രാധാന്യം, കുലത്തിന്, അതായത് ക്ഷത്രിയ കുലത്തിലാണോ, വൈശ്യകുലത്തിലാണോ, ശൂദ്രകുലത്തിലാണോ, അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിലാണോ, ഈ ബ്രാഹ്മണ കുലത്തിൽ പിറന്നത് കൊണ്ട് ഭഗവത് ഭക്തി ചെയ്യുന്നില്ല എങ്കിൽ അവന് ഭഗവത് ഭക്തിഹീനസ്യ ജാതിശാസ്ത്രം ജപസ്തപഃ അപ്രാണസൈവ ദേഹസ്യ മന്ദനം ലോകരഞ്ജനം. അതായത് ഒരു ബ്രാഹ്മണ കുലത്തിലാണ് പിറന്നത്, അല്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിലാണ് പിറന്നത്, അല്ലെങ്കിൽ വൈശ്യകുലത്തിലാണ് പിറന്നത്, പക്ഷേ അദ്ദേഹം ഒരു ഭക്തനല്ല, അല്ലെങ്കിൽ ആ കുലത്തിൽ പിറന്നുകൊണ്ട് ഭഗവത് ഭക്തി ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ആ ക്വാളിറ്റീസ്, അതായത് ബ്രാഹ്മണ കുലത്തിലെ ക്വാളിറ്റീസോ, ക്ഷത്രിയ കുലത്തിലെ ക്വാളിറ്റീസോ, അല്ലെങ്കിൽ വൈശ്യകുലത്തിലെ ക്വാളിറ്റീസോ എല്ലാം എന്താ പറയണത്, വ്യർത്ഥമാണ്. അങ്ങനെയുള്ള വ്യക്തിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ശവത്തിനോട്, ഒരു ഡെഡ് ബോഡിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോ ഏത് ശരീരത്തിൽ പിറക്കട്ടെ, അല്ലെങ്കിൽ ഏത് കുലത്തിൽ, ശരീരം ഏതായാലും നമുക്കറിയാം, ഡിഫറന്റ് ശരീരത്തിൽ പിറന്നിരിക്കുന്നവർക്ക് പോലും ഭഗവത് സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും, ചിലരുടെ വീട്ടിൽ പറയാൻ പറ്റില്ല എല്ലാവരുടെ വീട്ടിലുണ്ടോ എന്നുള്ള വിവരം, ചിലരുടെ വീട്ടിലെല്ലാം നായയെ വളർത്തുന്നുണ്ട്, പട്ടിയെ വളർത്തുന്നുണ്ട്. നമ്മള് ചില ഷോർട്സുകൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ മെസ്സേജസ് വരാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പട്ടീനെ സ്വന്തം മകനായിട്ട് കരുതുന്നവരാണ്. ഡാഡി ഇതാ വരുന്നുട്ടോ, മമ്മി ഇതാ വരുന്നുട്ടോ, ഡാഡിയുടെ മോനെന്താ വേണ്ടേ, മമ്മിയുടെ മോനെന്താ വേണ്ടേ, ഇങ്ങനെയാണ് കൊഞ്ചിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അതിനോട് ഇത്രയും അതിന് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് അതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ആക്ച്വലി സ്നേഹിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് വേർഡിനെയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അല്ല, ആ വേർഡിനെ ആദ്യം മുതൽ അവസാനം മുതൽ ആദ്യം വരെ എഴുതണം. നമ്മള് DOG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എന്നർത്ഥം. അതിനെ മറിച്ചിട്ടിട്ട് GOD എടുക്കണം നമ്മള്. നമ്മുടെ ആവശ്യം അതാണ്. ഇനി നിങ്ങൾക്ക് അത്രയും താല്പര്യമാണ്, ഒരു ആളുകൾക്ക്, ചിലവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും നായനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്, നായനെയും പട്ടിയും പൂച്ചനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു കഥ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് നടന്നൊരു കഥ, അത് നിങ്ങൾ ഓർക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഥയില് ശിവാനന്ദ സേന അല്ലെങ്കിൽ ശിവാനന്ദ സേൻ എന്ന് പറയും അദ്ദേഹത്തിന്. ഇവര് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ട് ജഗന്നാഥപുരി തന്റെ ഭക്തി ചെയ്യാനുള്ള സ്ഥലമായിട്ട് എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശക്ഷിമാതയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ വിവരങ്ങള് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. അതായത് മകൻ സന്യാസം എടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട്, സന്യാസികൾ അങ്ങനെയാണ്, അവർക്ക്
ലൗകിക ബന്ധങ്ങൾ ഉണ്ടാവില്ല. ഒരു ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തരായിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവരാണ്. അവരാണ് സന്യാസിമാരെന്ന് പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം അമ്മയോട് പറഞ്ഞു, ഞാന് വൃന്ദാവനത്തിൽ പോവാണ്, ഞാൻ അവിടെ പോയിട്ട് ഭക്തി ചെയ്യാൻ പോവാണെന്ന്. അപ്പം പറഞ്ഞു, പറ്റില്ല, അവിടേക്ക് പോവാൻ പറ്റില്ല. കാരണം എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, നിന്റെ ജ്യേഷ്ഠൻ എല്ലാം ഇട്ടെറിഞ്ഞു പോയി. എനിക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് നിന്റെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ആയതുകൊണ്ട് നീ വൃന്ദാവനത്തിൽ പോകരുത്, നീ ജഗന്നാഥപുരിയിൽ പോയിട്ട് വന്നോളാൻ പറയുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ബംഗാളിൽ നിന്ന് ആളുകൾ എല്ലാവരും ജഗന്നാഥപുരിയിൽ പോയിട്ട് ജഗന്നാഥനെ ദർശിച്ചു കൊണ്ടുവരും. അങ്ങനെ പോകുന്നവരിൽ നിന്നും ചൈതന്യ മഹാപ്രഭുവിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മ ശശിമാത സന്തോഷവതിയാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ ശിവാനന്ദ സേൻ ബംഗാളിൽ നിന്ന് ഭക്തന്മാരോട് കൂടി ജഗന്നാഥപുരിയിലേക്ക് എല്ലാ വർഷവും നടന്നു വരാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഇതേമാതിരി നമ്മളെ മാതിരി ഇപ്പൊ ഫ്ലൈറ്റ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന രാമന്റെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് നോർമൽ വിമാനങ്ങളല്ല, അത് അതിസോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വിമാനങ്ങളായിരുന്നു. ഗന്ധർവന്മാരും ഇവരെല്ലാം വിമാനങ്ങളിൽ യാത്ര ചെയ്തെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രം ഒരിക്കലും തെറ്റാവില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അന്നത്തെ സമയത്ത് അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജഗന്നാഥപുരിയില് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വരുന്ന ബംഗാളിലെ ഭക്തന്മാർക്ക് ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെയാണ് കാൽനടയായിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ശിവാനന്ദൻ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു നായയും എന്ത് ചെയ്തു, യാത്രയിൽ കൂടി. അപ്പൊ ഈ യാത്രയിൽ നായയും കൂടിയപ്പോൾ ശിവാനന്ദ സേൻ എന്ത് ചെയ്തു, ഈ നായയെ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പരിപാലിക്കാൻ തുടങ്ങി. അതിന് പ്രസാദം കൊടുക്കുന്നു, മറ്റുള്ള ഭജന ചെയ്യുമ്പോൾ അവിടെ നിർത്തുന്നു, അവിടെ നിൽക്കുന്നു. അതേമാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ കാലത്ത് നായ്ക്കളെ ഒന്നും വഞ്ചിയിൽ കയറ്റി കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകില്ല മറ്റുള്ളവരുടെ കൂടിയിട്ട്. അവർക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നതാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം ശ്രദ്ധ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പൊ നായനെയൊക്കെ തൊടുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വളരെ എന്താ പറയണത്, വളരെ നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കണ്ടിരുന്നത്. ആയതുകൊണ്ട് ആളുകൾ കയറുന്ന ആ വഞ്ചിയിൽ അല്ലെങ്കിൽ ആ ബോട്ടിൽ ഒരിക്കലും നായ്ക്കളെ കയറ്റിയിരുന്നില്ല. ശിവാനന്ദ സേൻ അതീവ കരുണയുള്ളവനായതുകൊണ്ട് ഈ നായയെ ഒരു നദി കടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോട്ടിൽ കയറി ഈ നായയെ ബോട്ടിൽ കയറ്റാൻ അയാൾ വിസമ്മതിച്ചു. അപ്പൊ അയാൾക്ക് വളരെയധികം പൈസ കൊടുത്തുകൊണ്ട് ശിവാനന്ദ സേൻ ഈ നായയും അതിൽ കയറ്റുകയാണ്. എന്നിട്ട് ഇവര് ജഗന്നാഥപുരിയിലേക്ക് യാത്ര തിരിച്ചു. അതായത് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാ മധ്യേ അല്ലെങ്കിൽ കുറെ ദൂരം കഴിഞ്ഞപ്പോൾ ശിവാനന്ദ സേന് ഈ നായയെ കാണാതെയായി. അദ്ദേഹത്തിന് ഒരുപാട് വിഷമുണ്ടായി. അയ്യോ, ഞാനൊരു എന്തു തന്നെ ആയാലും ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെയുള്ളൊരു നായയാണ്, അതും ഒരു ഭക്തനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭക്തനെ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി. ആ ദുഃഖത്തോടു കൂടിയിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ, അതായത് ജഗന്നാഥപുരിയിലെത്തി ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോകുന്ന വേളയിൽ ചൈതന്യ മഹാപ്രഭു സ്വയം
തന്റെ കൈ കൊണ്ട് ആ നായയ്ക്ക് ഇളനീര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളനീരിന്റെ പൾപ്പ് അല്ലെങ്കിൽ ആ തേങ്ങ, ഇളനീരിന്റെ തേങ്ങ കൊടുത്തുകൊണ്ടിരിക്കുക. ഹരി ഹരി എന്ന് ജപിച്ചുകൊണ്ട് ഈ നായയ്ക്ക് ഇളനീരിന്റെ പൾപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ തേങ്ങ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ നായ ആ തേങ്ങ കഴിച്ചുകൊണ്ട് അപ്പൊ തന്നെ ശരീരം ത്യജിച്ച് പോവുകയാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടില് നമുക്ക് എന്തുണ്ടാവാം? നായകൾ ഉണ്ടാവാം, അത്രയും നിർബന്ധമാണെങ്കിൽ. പക്ഷെ നായകളെ പരിപാലിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. അതിന് പ്രസാദം കൊടുക്കണം. നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ നമ്മുടെ ചെന്നൈയിലൊക്കെ ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ നായ്ക്കളുണ്ട്. ഈ ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ നായ്ക്കളുള്ളതിന് ഈ ബ്രാഹ്മണന്മാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വെളിയിൽ പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള മാംസം വാങ്ങിക്കൊണ്ടു കൊടുക്കാറുണ്ട്. അവർ വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഈ നായക്ക് മാംസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ കുക്ക് ചെയ്യുന്നില്ലോ, ഞാൻ നായ്ക്ക് കൊടുക്കല്ലേ ചെയ്യുന്നതെന്ന്. അതും നമ്മളതിനെ കർമ്മബന്ധനത്തിലാക്കും. ആയതുകൊണ്ട് മാക്സിമം കഴിയുകയാണെങ്കിൽ നിർബന്ധമുള്ളവര്, അതായത് നായകളൊക്കെ ഉള്ളവര്, വീട്ടിൽ നായ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാം എന്ത് ചെയ്യണം? അതിന് ഭഗവത് പ്രസാദം കൊടുത്തിട്ട്, ചില ബ്രാഹ്മണന്മാരുടെ വീട്ടിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അവരുള്ള ആ നായ്ക്കൾ എന്താണ് ചെയ്യുന്നത്? തൈര് സാധനം നന്നായിട്ട് തൈര് സാധനമേ കഴിക്കൂ, വേറൊന്നും ആരെന്ത് കൊടുത്താലും കഴിക്കില്ല. അങ്ങനെയുള്ള നായ്ക്കളും ഉണ്ട്. അപ്പൊ നമ്മള് ചേഞ്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞു വന്നത് ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ് ആണ്. ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് ഈ ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ശ്ലോകത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ക്ഷമോദമസ്തഭാശൗചം ശാന്തിർ ആർജവമേവച. ആരെങ്കിലും അവൻ നോക്കിക്കോളൂ. ക്ഷമാദമസ്തഭാശൗചം ശാന്തിർ ആർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ് ലളിതമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ശീല പ്രഭുപാദം നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രാഹ്മണന്മാരുടെ 12 ക്വാളിറ്റീസ് ആണ്. ഈ 12 ക്വാളിറ്റീസ് നമുക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്കന്ധത്തിൽ തന്നെ 7-ാമത്തെ സ്കന്ധത്തില് 11-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. അവിടെ നമുക്ക് 12 ക്വാളിറ്റീസും കാണാൻ സാധിക്കും ബ്രാഹ്മണന്മാരുടെ. നമ്മൾ നേരത്തെ പറഞ്ഞതില് ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ഈ 12 ക്വാളിറ്റീസും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ശ്ലോകമാണ് 20. അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്ഷമോദമസ്തഭാ ശൗചം സന്തോഷ ശാന്തിരാർജവം ജ്ഞാനം ദയാച്യുതാത്മത്വം സത്യം ച ബ്രഹ്മലക്ഷണം. ബ്രഹ്മലക്ഷണം, ബ്രാഹ്മണന്മാരുടെ ലക്ഷണം 12 ലക്ഷണം പറയുന്നുണ്ട്. എന്താണ് ബ്രാഹ്മണന്മാരുടെ 12 ലക്ഷണം എന്ന് ആ മലയാളത്തിൽ ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മനസ്സംയമനം വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മനസ്സംയമനം, ഇന്ദ്രിയ സംയമനം, തപശ്ചര്യകൾ, ശുദ്ധി, സംതൃപ്തി, ക്ഷമ, ലാളിത്യം, ജ്ഞാനം, കാരുണ്യം, സത്യസന്ധത, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ പരിപൂർണമായ ശരണാഗതി, ഇവയാണ് ഒരു ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് സത്യം ച ബ്രഹ്മലക്ഷണം. അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ലൈനിൽ നോക്കണം. ദയാച്യുതാത്മത്വം, അച്യുതാത്മത്വം എന്ന് പറയുന്നുണ്ട് അതിൽ. ജ്ഞാനം, ദയാച്യുതാത്മത്വം. ദയാച്യുതാത്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? മെർസി. അച്യുതാത്മത്വം, അച്യുതാത്മത്വം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. അച്യുതാത്മത്വം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശാശ്വത സേവകനാണെന്നുള്ള ചിന്ത.
അതായത് ഞാൻ സദാസമയവും അച്യുതന്റെ സേവകനാണെന്നുള്ള ഭാവം. അതൊരല്പം കഷ്ടമുണ്ട് നമ്മളിൽ വരാൻ വേണ്ടിയിട്ട്. അല്ലെ, നമുക്കെല്ലാവർക്കും ചിന്ത എന്താണ്? നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും ഞാനാണ് വീടിന്റെ അധിപതി, അല്ലെങ്കിൽ ഞാനാണ് വീടിന്റെ എന്താ പറയുക, ഉത്തരവാദിത്തമുള്ള വ്യക്തി, ഞാൻ പറയണത് എല്ലാവരും കേൾക്കണം. ഈ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്താണെന്ന്, നമ്മുടെ വീട്ടിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാനാണ് നമ്മുടെ വീടിന്റെ അധിപതി. ഭഗവാന്റെ വീടാണ് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ദ്രദുമ്ന സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു മഹാരാജ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവിടെ ലോകത്തിന്റെ പല മൂലയ്ക്കിലും എല്ലാ മഹാരാജ് മാതിരി ഇദ്ദേഹത്തിനുണ്ട് ശിഷ്യന്മാര്. മഹാരാജ് നന്നായിട്ട് കീർത്തനം ചെയ്യുന്ന ആളാണ് ഇന്ദ്രദ്യുമ്ന മഹാരാജ്. അത് മാത്രമല്ല, പുസ്തക വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു മഹാരാജാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യം ദീക്ഷ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, നീയെ ശ്രീല പ്രഭുപാദന്റെ പുസ്തകങ്ങൾ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം മഹാരാജ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയം കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഫോറിൻ കൺട്രിയിലാണ് അങ്ങനെ ഉണ്ടായത്. അപ്പൊ അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. അതായത് അദ്ദേഹത്തിന്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി വന്ന് പറഞ്ഞു, മഹാരാജ്, ഇവിടെ ഒരു ഭക്തയുണ്ട്, വളരെ എന്താണ് പറയണത്, എന്തൂസിയാസ്റ്റിക്കലി ശ്രീല പ്രഭുപാദിന്റെ പുസ്തകം വിതരണം ചെയ്യുന്നവരാണ് അവര്, വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അവരെന്ന് പറഞ്ഞു. മഹാരാജിന് പോകാൻ താല്പര്യമില്ല, കാരണം 2.5 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റും റെഡിയാവും, ഇത് കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്, കാറിൽ പോയിട്ട് വരണം. പക്ഷെ മനസ്സോടെ മഹാരാജ് അവിടേക്ക് പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മാതാജി ഒരല്പം പഴക്കം ചെന്ന ഒരു ഡ്രസ്സ് ധരിച്ചിട്ട്, ഒരു സാരി എടുത്തിട്ട്, ഡ്രസ്സ് മാത്രമേ കേട്ടോ പഴക്കമുള്ളൂ, മാതാജിയുടെ ഇതെല്ലാം, അതായത് മാതാജിനെ തേജസ് ഇങ്ങനെ ഉണ്ടായിരുന്നു മാതാജിയുടെ മുഖത്തെല്ലാം. അങ്ങനെ ആ മാതാജി ഇരുന്ന് അവിടെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നീങ്ങിയിട്ട് ആ റൂമിൽ തന്നെ ഭഗവാന്റെ ഒരു നല്ല ഒരു ആൾത്താരയുണ്ട്, അൾട്ടാർ. അവിടെ രാധാമാധവനെ വളരെ രസകരമായിട്ട്, വളരെ നന്നായിട്ട് തന്നെ അണിയിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സെക്രട്ടറി പറഞ്ഞു, മഹാരാജ്, ഈ മാതാജി അങ്ങയുടെ ശിഷ്യയാണ്, ഈ മാതാജി പുസ്തക വിതരണം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് തണുപ്പാണോ വെയിലാണോ അതൊന്നും നോക്കുന്നില്ല, എല്ലാ ദിവസവും ഈ മാതാജി പുസ്തക വിതരണത്തിന് പോകും. മഴയാണെങ്കിൽ കോട്ടിട്ടുകൊണ്ട്, വെയിലാണെങ്കിൽ ആ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പുസ്തക വിതരണത്തിന് പോകാറുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും പുസ്തക വിതരണം നടത്താതിരുന്നിട്ടില്ല, എന്നും പോകുമായിരുന്നു എന്ന് പറഞ്ഞു. മഹാരാജ് ചോദിച്ചു ആ മാതാജിയോട്, ഇത് ആരുടെ വീടാണെന്ന് ചോദിച്ചു. അപ്പൊ മാതാജി പറഞ്ഞു, ഇത് രാധാമാധവന്റെ വീടാണ്. നിങ്ങളുടെ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. എൻ്റെ ഒന്നുമില്ല. ഈ മാതാജി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പുസ്തക വിതരണം ചെയ്യും. കിട്ടുന്ന പണമെല്ലാം, അതായത് ആ പുസ്തകത്തിന്റെ വില കഴിച്ചിട്ട് ബാക്കി വരുന്ന പൈസ മഹാരാജാവിന്റെ സേവനത്തിനായിട്ട് സദാസമയം ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതായത് മഹാരാജന്റെ ശിഷ്യന്മാർ വരുന്നവരുടെ കയ്യിൽ കൊടുത്തയക്കുക. അങ്ങനെ മാതാജി കുറച്ച് പൈസ അവിടെ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ മഹാരാജിന് കൊടുത്തു.
മഹാരാജ് പറഞ്ഞു എനിക്കിത് വേണ്ട, അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജ് പറഞ്ഞു ഞാനത് ഉപയോഗിക്കുന്നില്ല, ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് സ്വരൂപൂട്ടി വെച്ചിട്ടുള്ളതാണത്, എനിക്ക് വേണ്ട. മഹാരാജ് തന്നെ യൂസ് ചെയ്യണം, അങ്ങയുടെ യാത്രയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാരാജിനോട് നിർബന്ധിക്കുകയാണ്. അപ്പൊ മഹാരാജ് ചോദിച്ചു ആ മാതാജിയോട് എന്തേ ഇങ്ങനെ പുസ്തക വിതരണം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ മാതാജി പറഞ്ഞു, മഹാരാജ് ഞാൻ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലീസ് ഡിസ്ട്രിബ്യൂട്ട് ചില പ്രഭുപാദ് ബുക്സ് എന്ന്. അതായത് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങൾ നിറഞ്ഞ ശ്രീല പ്രഭുപാദിനാൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ നന്നായിട്ട് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അങ്ങയുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ പുസ്തക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളും അങ്ങയ്ക്ക് ഒരു എമൗണ്ട് മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങയുടെ സേവനത്തിനായിട്ട് എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞു കേട്ടപ്പോൾ മഹാരാജിന് വളരെയധികം സങ്കടം ഉണ്ടായി. ജസ്റ്റ് ഒരു 5 മിനിറ്റിന് വന്നതാണ് മഹാരാജ് അവിടെ. പക്ഷെ അവിടെ മഹാരാജ് ഇരുന്നു പോയി. കുറേ സമയം മാതാജിയുടെ കൂടെ ഇരുന്നു കൊണ്ട് മാതാജിയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. മഹാരാജ് പറഞ്ഞു എനിക്ക് വൃന്ദാവനത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട് മഹാരാജ്, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജ് പറഞ്ഞു, തിരിച്ചും മഹാരാജിന് കൊടുത്ത ഒരു പൊതി മഹാരാജിന് കൊടുത്തിരുന്നു ഈ മാതാജി പൈസയുടെ. മഹാരാജ് ആ പൈസ തിരിച്ചു കൊടുക്കുകയാണ് മഹാരാജ് പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് അത് അങ്ങയുടെ സർവീസിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജ് ഒരു കാര്യം ചെയ്തു. മഹാരാജ് എന്താ ചെയ്തു വെച്ചാൽ മഹാരാജ് ഉടനെ തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇവിടുന്ന് യാത്ര പോകുന്ന സമയത്ത് ഈ മാതാജിനെയും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുനാഥന്റെ വാക്കുകള്, അത് മാത്രമല്ല ലളിതമായിട്ടുള്ള ജീവിതം. നമ്മൾ പളപളാന്നുള്ള സാരികളും അതേമാതിരി നമ്മുടെ ശരീരത്തില് ഇടാൻ പറ്റാത്തത്ര ഗോൾഡുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ കല്യാണം നടത്തുന്നത്. ഇതൊന്നല്ല സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത് ഭക്തി ചെയ്യുന്ന ഭക്തന്മാരുടെ സംഘമെടുക്കുന്നതും ഭഗവത് ഭക്തി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും അതാണ് സൗന്ദര്യം. അതാണ് യഥാർത്ഥ സൗന്ദര്യം. ആർക്ക് കാണാൻ സാധിക്കുക? ഭഗവത് ഭക്തന്മാർക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ലോകത്തിനോട് അത്ര താല്പര്യം വേണ്ട, അതായത് ഭൗതിക ലോകത്തിനോട് താല്പര്യം വേണ്ട എന്ന് ഉദ്ദേശിച്ച പ്രഭു എന്താ അങ്ങനെ പറയണ? പ്രഭു നമ്മൾ ഭൗതിക ലോകത്തിലല്ല, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഭൗതിക ലോകത്തിലാണ്. നമ്മൾ ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, യസ്യാസ്തി ഭക്തിർ ഭഗവത് ത്യകിഞ്ചന സർവേ ഗുണേസ്തത്ര സമാസദേ സുരാഹ ഹരാവ ഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന സതി ധാവതോ ഭജി. അതായത് എന്താ ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഭഗവാനിലുള്ള ഗുണങ്ങള് നമ്മളിൽ വരുന്നു. അതായത് ഭഗവാന്റെ ക്വാളിറ്റീസ് നമ്മളിൽ വരുന്നു. എന്താണ് ഭഗവാന്റെ ക്വാളിറ്റീസ്? ഭഗവാന്റെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷഡ് ഗുണങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവാന്റെ ആ 6 ഗുണങ്ങള് പരാശരമുനി പറഞ്ഞിട്ടുള്ളത്? ഹരേ കൃഷ്ണ. ഐശ്വര്യസ്യ പറയണം. ഐശ്വര്യസ്യ സമഗ്രസ്യ. പറഞ്ഞോളൂ മാതാജി, പറഞ്ഞോളൂ. അത് തന്നെയാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ. വിജ്ഞാനസ്യ. അതെ, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്വയ. ജ്ഞാന വിജ്ഞാനമാസ്തി, സോറി, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്വയ
സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം അല്ലേ മാം? യെസ്, ഇതാണ് ഷഡ്ഗുണങ്ങളായിട്ട് പരാശരമുനി പറഞ്ഞു തരുന്നു നമുക്ക്. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഡൈശ്വര്യം പൂർണ്ണമായിട്ടുള്ളവനാണ്. അപ്പൊ നമ്മൾ ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മളിൽ ഈ ഷഡ്ഗുണങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കരുതി പൂർണ്ണമായിട്ടല്ല, ഭഗവാന്റെ ക്വാളിറ്റീസ് നമ്മൾക്കും കിട്ടുമെന്നർത്ഥം. ഇനി വേറൊരാള് ഹരാവഭക്തസ്യ, ഭക്തി ചെയ്യാത്തവരുടെ ആളുകള് എന്താണ്, ഭക്തി ചെയ്യാത്ത ആളുകള് അവരിൽ ഈ ഗുണങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനായി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ വീടിന് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നു, ഭഗവാനെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവരിൽ നല്ല ക്വാളിറ്റീസ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഭഗവത് ഭക്തി ചെയ്യുന്ന ഒരു ഭക്തനില് സകല നല്ല ക്വാളിറ്റീസും ഉണ്ടാകും. ആ നല്ല ക്വാളിറ്റീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമാദമസ്തഭ ശൗചം, ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല ഭക്തന്മാരായിത്തീരും. ഈ നല്ല ഭക്തന്മാരിൽ കാണുന്ന ക്വാളിറ്റീസ് ആണ് ഇത്. അതായത് ഈ 12 ക്വാളിറ്റീസ്, ചില പ്രഭുപാദ് പറയുന്ന 12 ക്വാളിറ്റീസും ഒരു ഭക്തനിൽ ഉണ്ടാകും. ഇനി ഈ ക്വാളിറ്റീസ് ഇല്ല എങ്കിൽ അവർ ഉത്തമ ഭക്തരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. തീർച്ചയായിട്ടും അവർക്ക് ഉത്തമ ഭക്തന്മാരാവാൻ സാധിക്കില്ല. ഈ ഗുണങ്ങളുള്ളവർക്ക് മാത്രമേ ഭക്തന്മാരായിരിക്കാൻ സാധിക്കുള്ളൂ. ഇതൊന്നു മാത്രമല്ല, ഒരുപാട് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വീണ്ടും ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തില് 25-ാമത്തെ അധ്യായത്തില് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതില് സദാം പ്രസംഗ എന്നെല്ലാം പഠിച്ചിട്ടുള്ളത് നമ്മൾ 25-ാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ 25-ാമത്തെ അധ്യായത്തില് 25, അതായത് 3-ാമത്തെ സ്കന്ധത്തിൽ 25-ൽ 25 നമ്മൾ സദാം പ്രസംഗം കണ്ടത്. അതിന് കുറച്ച് മുമ്പായിട്ട് അതായത് 25-ൽ 21-ാമത്തെ ശ്ലോകം ചിത്രകേതുവിന് അറിവ് കൊടുക്കുന്നതാണ് ഈ അധ്യായം. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, തിരിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം അജാതശത്രുവോ ശാന്ത സാധവ സാധുഭൂഷണ. തിരിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം അജാതശത്രുവോ ശാന്ത സാധവ സാധുഭൂഷണം. അതായത് ഒരു സാധു അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ഭൂഷണങ്ങളാണിതെല്ലാം. ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബ്രാഹ്മണന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കണം. തീർച്ചയായിട്ടും ആയിരിക്കണമെന്നല്ല, ആണ്. ഭഗവത് ഭക്തന്മാര് ബ്രാഹ്മണന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അവരിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഗുണങ്ങൾ കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ചിത്രകേതുവിനോട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു സാധുവിന്റെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സാധുവിന്റെ ഗുണങ്ങളെന്ന്. തിദിക്ഷുവാഹ, അവൻ തിദിക്ഷു എന്ന് വെച്ച് കഴിഞ്ഞാല് സഹനശക്തിയുള്ളവനാണ്. തിദിക്ഷുവാഹ കാരുണികാഹ, കാരുണികാഹ എന്ന് വെച്ചാൽ ദയാലുവാണ്. സുഹൃത, എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃത സർവദേഹിനാം, അതായത് മനുഷ്യന്മാരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. സുഹൃത സർവദേഹിനാം അജാത ശത്രുവോ, അജാത എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോടും ശത്രുത്വമില്ലാത്തവൻ. അജാത ശത്രുവോ ശാന്ത, ശാന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സമാധാനപ്രിയനാണ്. അജാതശത്രുവോ ശാന്ത. സാധവ, സാധവ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ ശാസ്ത്രാനുസരണം ജീവിക്കുന്നവൻ. അജാതശത്രുവോ ശാന്ത. സാധവ സാധുഭൂഷണം, സാധുക്കളുടെ ഭൂഷണങ്ങളാണ്, ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സ്വഭാവ സവിശേഷതകളാണ്. അപ്പൊ നമുക്ക് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു തരികയാണ് നമ്മളില് എന്തുണ്ടാവണം,
ഈ 12 ക്വാളിറ്റീസും ഉണ്ടാവണം. അങ്ങനെ 12 ക്വാളിറ്റീസും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതീന്ദ്രിയ തലങ്ങളിലേക്ക്, അതായത് ഭഗവാന്റെ ദിവ്യധാമത്തിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും. അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ.